നമസ്കാരം, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറശ്ശിനിക്കടവിൽ നിന്ന് ഒരു ഉല്ലാസ ബോട്ട് യാത്ര നടത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിനടുത്തുള്ള ആ ഉല്ലാസ ബോട്ട് യാത്രയിൽ കയറി ഒന്ന് കുറച്ചു നേരം കറങ്ങാം. അതിൻ്റെ വീഡിയോ ആണ് കുറച്ചു നേരം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ബോട്ടിലേക്ക് കടന്നു. 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ശക്തമായിട്ട് പാട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ബോട്ടിൻ്റെ മുകളിലെ നിലയിലാണ് കൂടുതൽ ആളുകളുള്ളത്. നമുക്ക് അപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പോൾ ബോട്ടിനുള്ളിലേക്ക് കടക്കാം. ഇപ്പോൾ ബോട്ടിൻ്റെ മുകൾ നിലയിൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ ആളുകളൊക്കെ എത്തുമ്പോഴത്തേനും ബോട്ട് പുറപ്പെടുമെന്നാണ് അവർ പറഞ്ഞത്. അല്പനേരം കാത്തിരിക്കാം. ബോട്ട് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. നമ്മൾ യാത്ര പുറപ്പെടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ബോട്ട് കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. അങ്ങനെ ബോട്ടിൽ നിന്ന് പുറത്തെ പുഴയിലേക്ക് നോക്കുമ്പോൾ മനോഹരമായ മറ്റൊരു ബോട്ട് നമ്മുടെ ബോട്ടിന് സമീപത്ത് കൂടി തന്നെ യാത്ര ചെയ്യുന്നത് കാണുന്നുണ്ട്. നമ്മുടെ സ്രാങ്ക് പതുക്കെ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകാനുള്ള ശ്രമത്തിലാണ്. പോകുമ്പോൾ ഇതുപോലുള്ള കാഴ്ചകളാണ് ബോട്ട് ജെട്ടിയിൽ നിന്ന് കാണിക്കുവാൻ സാധിക്കുന്നത്. മനോഹരമായ വൃത്തിയുള്ള ബോട്ട് ജെട്ടി പറശ്ശിനിക്കടവ് പുഴയുടെ ഒരു മനോഹാരിത തന്നെയാണ്. വീണ്ടും ബോട്ട് ഉല്ലാസത്തിൻ്റെ ഭാഗമായി പറശ്ശിനിക്കടവ് പാലവും കടന്ന് മുമ്പോട്ട് പോവുകയാണ്. വളരെ വിസ്താരമുള്ള ഒരു പുഴയാണ് പറശ്ശിനിക്കടവ് പുഴ. യഥാർത്ഥത്തിൽ ഇത് പറശ്ശിനിക്കടവ് പുഴയല്ല, ഇത് വളവട്ടണം പുഴയാണ്. ഈ പ്രദേശത്തെത്തുമ്പോൾ ഇതിനെ പറശ്ശിനിക്കടവ് പുഴ എന്ന് വിളിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതിമനോഹരമായ കാഴ്ചയാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ പുഴയുടെ തീരങ്ങൾ പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ തെങ്ങിൻ തോപ്പുകളും മറ്റ് ഫലവൃക്ഷങ്ങളെ കൊണ്ടും നിറഞ്ഞ ബോട്ടിനുള്ളിലെ ചില വിശേഷങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇതാണ് ടിക്കറ്റ്, 50 രൂപ ചാർജ്. അതുപോലെ തന്നെ മറ്റൊരു മനോഹരമായ കാഴ്ച ഈ ബോട്ടിൽ കയറിയ കുരുന്നുകളുടെ കുസൃതിത്തരങ്ങളും സ്രാങ്കുമായിട്ടുള്ള രസകരമായിട്ടുള്ള നിമിഷങ്ങളുമാണ്. അങ്ങനെയുള്ള കാഴ്ചകൾ വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് ചിലയിടങ്ങളിലൊക്കെ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവരുടെ കാഴ്ചകളൊക്കെ പകർത്തി വളരെ ഉല്ലാസകരമായ യാത്രയുമായി ഈ ബോട്ട് യാത്ര മുമ്പോട്ട് പോവുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം ഈ പറശ്ശിനിക്കടവ് പുഴയിലൂടെ ഈ ബോട്ട് സവാരി ഉണ്ടാവും. അതിൽ പരം മറ്റൊരു മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിന്റെ വളരെ ദൂരെ നിന്നുള്ള ദൃശ്യം വളരെ ഭംഗിയായി കാണുവാൻ ഈ ബോട്ട് യാത്രയിൽ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും പറശ്ശിനിക്കടവിൽ വരുന്ന ഓരോ ആളുകളും ഈ ബോട്ട് യാത്രയിൽ പങ്കെടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. വളരെ മനോഹരമായ പ്രദേശങ്ങളിലൂടെയാണ് ഈ ബോട്ട് കടന്നു പോകുന്നത് എന്നത് ഏറ്റവും സുന്ദരമായ കാഴ്ചയാണ്. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ വരുന്ന ഓരോ ആളുകളും ഈ ബോട്ട് യാത്രയിൽ പങ്കെടുക്കണം. അങ്ങനെ ഹ്രസ്വമായ ബോട്ട് യാത്രയ്ക്ക് ശേഷം ആളുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സുഹൃത്ത് സാങ്കിനോടൊപ്പം രാജേഷ് ചേട്ടനോടൊപ്പം പറശ്ശിനിക്കടവ് പുഴയിലൂടെയുള്ള ആ ബോട്ട് യാത്രയുടെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.